പ്രഭാത വന്ദനം. ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. ലോകമെമ്പാടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കുകയും അതിൽ കർത്താവിനെ അധികമായിട്ട് സ്നേഹിക്കാൻ തീരുമാനിക്കുന്ന ഒരു നല്ല ദിവസം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ മാറ്റിമറിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മണവാട്ടി സഭയെക്കുറിച്ച് ഞാൻ ബാംഗ്ലൂർ ചർച്ചിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ മണവാട്ടി സഭയോട് കർത്താവിന് ഇത്രത്തോളം സ്നേഹമുണ്ടെന്ന് തെളിയിച്ച ദിവസമാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഞാൻ സാധാരണ സിനിമകൾ കാണുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. എന്നാലും വർഷങ്ങൾക്ക് മുൻപേ ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത്, കർത്താവിൽ നിന്നും ദൂരെ ആയിരുന്ന സമയത്ത്, അന്ന് ഇറങ്ങി വേൾഡിൽ വലിയ ഹിറ്റായ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ടൈറ്റാനിക് എന്ന മൂവി. ആ മൂവി ഒരു കപ്പൽ ഛേദത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിൻ്റെ അകത്ത് ഒരു മാനും വുമണും തമ്മിൽ സ്നേഹത്തിലാകും. അവരുടെ സ്നേഹം അത് വളർന്ന് 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 ആ സ്നേഹത്തിൻ്റെ റിയാലിറ്റിയെ മാനിഫെസ്റ്റ് ചെയ്ത ആ ഫിലിമിന്റെ ക്ലൈമാക്സിൽ തൻ്റെ പ്രതിശുദ്ധ വധുവിനെ അല്ലെങ്കിൽ മണവാട്ടിയെ രക്ഷിക്കുവാനായിട്ട് ജീവൻ നഷ്ടപ്പെടുത്തുന്ന വരനെ, ബ്രൈഡ് ഗ്രൂമിനെയാണ് അവിടെ കാണുന്നത്. ഇത് ടൈറ്റാനിക്കിൽ വരുന്നതിന് മുൻപേ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തു. ബൈബിൾ പറയുന്നു, നാം പാപത്തിലായിരുന്നപ്പോൾ തന്നെ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ us എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് വേണ്ടി സ്നേഹത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നു. ഈ ലോകത്തിൽ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. ടൈറ്റാനിക് ഒരു സിനിമയായതുകൊണ്ട് ആ സിനിമയ്ക്കകത്ത് അങ്ങനെ സംഭവിച്ചു. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. എന്നാൽ കാൽവരി ക്രൂശിൽ നിങ്ങളെയും എന്നെയും മഹത്വപൂർണരായ മണവാട്ടി സഭയുടെ ഭാഗമാക്കുവാൻ വേണ്ടിയിട്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നിട്ട്, തൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നിട്ട്, നമ്മെ മണവാട്ടി സഭയാക്കി ശുദ്ധീകരിപ്പാൻ, പണിയുവാൻ, സ്നേഹിപ്പാൻ കാരണമായി തീർന്നതിനെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ ഞാൻ അധികം അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പാപത്തിൽ താഴ്ന്നു വീണപ്പോഴും കർത്താവിനെ സ്നേഹിച്ച് മടക്കി കൊണ്ടുവന്ന് കർത്താവിൻ്റെ മണവാട്ടി സഭയുടെ ഭാഗമാക്കി. നിങ്ങൾ അനേകരും അങ്ങനെ അനുഭവിച്ചിട്ടില്ലേ? ദൈവകൃപ അനുഭവിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? ഇതെല്ലാം വെളിപ്പെടുത്തിയതാണ് കാൽവരി ക്രൂശ്. വേറെ ഒരു അർത്ഥത്തിൽ ഒരു ഡിവൈൻ എക്സ്ചേഞ്ച് സംഭവിച്ചു. ഒരു വലിയ ആൾമാറ്റം സംഭവിച്ചു കാൽവരി ക്രൂശിൽ. പഴയ നിയമത്തിൽ പാപത്തിലായിരുന്ന ദൈവസഭയെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു എന്നാണ്, വ്യഭിചാരി ആയിരുന്നു എന്നാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ നിർമ്മല കന്യകയായ മണവാട്ടി ആയിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ എക്സ്ചേഞ്ച് ആണ് ഗുഡ് ഫ്രൈഡേ അന്ന് സംഭവിച്ചത്. നമ്മുടെ പാപങ്ങളെ കർത്താവ് എടുത്തിട്ട് കർത്താവിൻ്റെ നീതിയെ നമുക്ക് തന്നു. നമ്മുടെ രോഗങ്ങളെ കർത്താവ് എടുത്തിട്ട് കർത്താവിൻ്റെ സൗഖ്യത്തെ നമുക്ക് തന്നു. നമ്മുടെ ശാപങ്ങളെ കർത്താവ് എടുത്തിട്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തെ നമുക്ക് തന്നു. നമ്മുടെ തിരസ്കരണത്തെ കർത്താവ് എടുത്തിട്ട് കർത്താവിൻ്റെ സ്വീകാര്യത നമുക്ക് തന്നു. സമാധാനമില്ലാത്ത അവസ്ഥയെ കർത്താവ് എടുത്തിട്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ എടുത്തിട്ട് സമ്പന്നത നൽകി. നമ്മുടെ ജീവിതത്തിലെ ശിക്ഷയെ കർത്താവ് എടുത്തിട്ട് രക്ഷയെ കർത്താവ് നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൽ നിന്നും മരണത്തിന്റെ ശക്തിയെ കർത്താവ് എടുത്തിട്ട് ജീവന്റെ ശക്തിയെ വ്യാപരിച്ച് ആ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ കർത്താവിനോട് ഇനിയും കമ്മിറ്റഡ് ആകുവാനുള്ള ഒരു നല്ല മണവാട്ടിയായി പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ഓരോരുത്തരെയും മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ നല്ല വർത്തമാനം, ഈ സുവിശേഷം ലോകമെങ്ങും എത്തുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ശ്രമിക്കുക. ഇന്നത്തെ ദിവസം കുറഞ്ഞത് 12 പേരോടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ, ഈ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ, വാട്സാപ്പിലൂടെ 100 കണക്കിന് ആളുകളോട് യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഗുഡ് ഫ്രൈഡേ നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. സെലിബ്രേറ്റ് ചെയ്യുക. കർത്താവിന്റെ മരണത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് നന്ദിയുള്ളവരായിരിക്കുക. പാപത്തെ ജയിച്ച്, ശത്രുവിനെ ജയിച്ച്, ശാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, മരണത്തെ ജയിച്ച് കർത്താവിന് നന്ദി പറയുക. കർത്താവുമായിട്ട് ആഴത്തിലൊരു ബന്ധത്തിലായിരിക്കുക. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ എൻ്റെ ഹൃദയം ഒത്തിരി കാര്യങ്ങൾക്ക് സന്തോഷിക്കുന്നു. ഒന്ന്,
ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് എൻ്റെ സന്ദേശം ഇപ്പോൾ നിങ്ങൾ കേട്ടുവല്ലോ. 2, ഹോളി സ്പിരിറ്റ് ബാംഗ്ലൂർ റിവൈവലിന്റെ 1ാമത്തെ വാർഷികമാണ്. ഒരിക്കലും മറക്കാനൊക്കാത്ത ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏപ്രിൽ 18, 2024 സ്വർഗം തുറന്ന് ദൈവത്തിന്റെ മഹത്വമായിട്ട് ബാംഗ്ലൂരിലുണ്ടായിരുന്ന ചെറുപ്പക്കാർക്കുണ്ടായ എൻകൗണ്ടർ, പിന്നത്തതിൽ 100 ദിവസം നിലനിന്ന ആ ഉണർവ്, രാജ്യങ്ങളിലേക്ക് ഒഴുകിയ നദി, ഇന്ത്യ ടു നേഷൻസ് ഒഴുകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ സ്തുതിക്കാം. മാത്രമല്ല, ഡോൺ ഓഫ് ഹോപ്പ് എന്ന ഈ ഷോർട്ട് വീഡിയോ സീരീസിന്റെ 100ാമത്തെ എപ്പിസോഡാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. 3 കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് ഡോൺ ഓഫ് ഹോപ്പ് ആരംഭിക്കണമെന്ന് പറയുകയും അത് ആരംഭിച്ച് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിന് ആളുകൾക്കോ അനുഗ്രഹമാക്കി മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തീർക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ പാസ്റ്റർ ഗ്രീഷ്മ മുല്ലക്കരയുടെ സന്ദേശങ്ങൾ നിങ്ങൾ എല്ലാവരും ഹൃദയത്തിൽ കൈക്കൊണ്ടതിനെയും അതിൽ നിന്നും കേൾക്കുന്ന വചനത്തെ അനുസരിക്കാൻ തീരുമാനിച്ചതും യേശുവിനെ പോലെയാകുവാൻ നിങ്ങൾ തീരുമാനിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തുടർമാനമായിട്ട് നമുക്കിത് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസും ടെസ്റ്റിമണീസും എല്ലാം നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന പുതിയ പുതിയ നിയോഗങ്ങളിലേക്ക് ഒരുമിച്ച് കടക്കാം. ഒരു സീസൺ ഓഫ് ഇൻക്രീസ് ഈ 100ാമത്തെ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 2025 നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.